ലോഹിദാസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് ഒരു കാലത്ത് എല്ലാ സംവിധായകർക്കും ഒരു ധൈര്യമായിരുന്നു. ലോഹിദാസിൻ്റെ തിരക്കഥയുണ്ടെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ഒരു മിനിമം ഹിറ്റ് ആയിരിക്കുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. എന്നാൽ ലോഹിദാസുമായിട്ട് കമൽ എന്ന് പറയുന്ന സംവിധായകൻ ഒരു സിനിമ പ്ലാൻ ചെയ്ത് ആ സിനിമ പകുതിയിൽ വെച്ച് നിന്നുപോയ കഥയൊക്കെ നമുക്കറിയാം. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് ലോഹിദാസ് കമലുമായിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ആ സിനിമകളൊന്നും സംഭവിച്ചില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. തനിയാവർത്തനം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെയാണ് ലോഹിദാസ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ തനിയാവർത്തനത്തിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അന്ന് കമലിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തിലകനാണ് കമലിൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ലോഹിദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്, മിടുക്കനാണ്, ഇപ്പോൾ തനിയാവർത്തനം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്നു, അദ്ദേഹം മലയാള സിനിമയിൽ ഒരു സ്ഥാനം നേടിയെടുക്കും. അതിനുശേഷം പിന്നീട് കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ലോഹിദാസ് അന്ന് ഇതിൻ്റെ സെറ്റിൽ, അന്ന് സുന്ദരദാസ് ലോഹിദാസിൻ്റെ സുഹൃത്ത്, പിന്നീട് സംവിധായകനൊക്കെ മാറിയ സുന്ദരദാസിനെ കൂടെ കൂട്ടി അവർ ശബരിമലയിൽ നിന്ന് അവർ മടങ്ങി വരുന്ന ഒരു യാത്രയിലാണ് കമലിൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ വരണം. അവിടെ വെച്ചിട്ടാണ് കമലും ലോഹിദാസും പരിചയപ്പെടുന്നത്. പിന്നീട് അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം എല്ലാ സംവിധായകരും എഴുത്തുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെയധികം സൗഹൃദമുള്ളതാണ്. കാരണം അവർ ഒരു സിനിമയുടെ ഡിസ്കഷന് എല്ലാ മറ്റ് സംവിധായകർ സുഹൃത്തുക്കളെല്ലാവരെയും വിളിച്ച് ഒരു കൂട്ടായ്മയെന്നാണ് അന്നൊക്കെ സിനിമകൾ സംഭവിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു തൃശ്ശൂർ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് കമൽ ലോഹിദാസിനായിട്ട് ഒരു ഡിസ്കഷനിലിരിക്കണം. അപ്പോൾ അന്ന് ലോഹിദാസ് ഒരു കഥ കമലോട് പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ ഒരു SI ടെസ്റ്റൊക്കെ പാസ്സായിട്ട് പിന്നീട് ഗുണ്ടയായി മാറി ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കഥ. അപ്പോൾ കമലിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കമലിന് അത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് CB മലയിലാണ് ആ സിനിമ ചെയ്തത്, അതാണ് കിരീടം. അപ്പോൾ കമലിൻ്റെ മനസ്സിലന്ന് കിരീടത്തിൻ്റെ കഥ കേട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലോഹിദാസ് എന്നൊരു തിരക്കുള്ള ഒരു എഴുത്തുകാരനായതുകൊണ്ട് പലർക്കും വേണ്ടി എഴുതുന്നു. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ CB മലയിലായിട്ട് ആ ഒരു സിനിമ സംഭവിച്ചു. അപ്പോൾ കമൽ പിന്നീട് ഒരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കിരീടമാണ്, അതായത് അദ്ദേഹത്തിന് ഒരു നഷ്ടമായിട്ടുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടീനെ വെച്ചിട്ട് പരശൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഒരു സിനിമ ലോഹിദാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് മമ്മൂട്ടിയുടെ അതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ. അപ്പോൾ ലോഹിദാസിന് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ഗ്രാഫ് മനസ്സിലുണ്ട്, എങ്ങനെ നടക്കണം, അദ്ദേഹത്തെ എങ്ങനെ പെരുമാറണം, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കമലിനായിട്ട് അത് ഡിസ്കസ് ചെയ്ത് വളരെയധികം താല്പര്യമുണ്ട്. എനിക്കൊണ്ട് മമ്മൂട്ടിയുടെ അടുത്തും അവർ ആ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ ആ ഒരു സിനിമയും അന്ന് സംഭവിച്ചില്ല. പിന്നീട് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊണ്ട് ലോഹിദാസ് ഒരുപാട് സിനിമകൾ കഴിഞ്ഞ് അദ്ദേഹം സംവിധായകനൊക്കെ ആയ ശേഷമാണെന്ന് തോന്നുന്നു ഇതേപോലെ തന്നെ കമലിനായിട്ട് ഇരുന്ന് കഴിഞ്ഞ സമയത്ത് ഈ പരശൻ എന്ന് പറയുന്ന ഒരു കഥ, അപ്പോൾ കമലിൻ്റെ മനസ്സിൽ അന്നുണ്ട്. അപ്പോൾ കമൽ പറഞ്ഞു, നമുക്ക് ആ പരശനെ വീണ്ടും പൊടി കെട്ടി എടുത്തോട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലോഹിദാസ് പറഞ്ഞു, ഇപ്പം എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടറും ഇല്ല, അന്ന് ഉണ്ടായിരുന്നു, ഇന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനോട് ഒരു സ്നേഹമോ, അതായത് ആ അറ്റാച്ച്മെൻറ്റ് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് മാറ്റി പിന്നീടാണ് അവർ ചക്രം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്കൊക്കെ അതിൻ്റെ ഒരു തുടക്കം വരണം. നമുക്കറിയാം മോഹൻലാൽ, ദിലീപ്, വിദ്യാബാലൻ്റെ ആദ്യത്തെ എന്നാന്ന് തോന്നുന്നു രണ്ടാമത്തെ മലയാളം പടമാണ് അത്. വിദ്യാബാലൻ അഭിനയിച്ച മുകേഷിൻ്റെ കൂടെയും ഒരു മലയാളം പടം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതും റിലീസായിട്ടില്ല. അപ്പോൾ ചക്രമായിരുന്നോ മുകേഷിൻ്റെ കൂടെയുള്ള സിനിമയായിരുന്നോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു സിനിമ ഷൂട്ടൊക്കെ തുടങ്ങി പകുതിയിൽ വെച്ച് നിന്നതാണ്. അപ്പോൾ കമലിനും ലോഹിദാസിനും ഒരിക്കലും ഒരു സിനിമയിൽ ഒന്നിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ലോഹിദാസ് മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് വീണ്ടും കമലിനായിട്ടൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോഹിദാസിൻ്റെ വീട്ടിലൊക്കെ അവർ ഒരുപാട് ഇരുന്നതാണ്, ഒരുപാട് കഥകൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ലോഹിദാസ് വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഈ പരശൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൻ്റെ കഥ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നമ്മളോടത് ഷെയർ ചെയ്യണം. കാരണം മമ്മൂക്കനെ വെച്ചിട്ട് ലോഹിദാസ് ഒരുപാട് ഗംഭീരമായിട്ടുള്ള സിനിമ, തനിയാവർത്തനം മുതൽ അരണ്യങ്ങളുടെ വീട് വരെയൊക്കെ ഒരുപാട് സിനിമകൾ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടാണ്. ഭൂതക്കണ്ണാടി നമുക്ക് മറക്കാൻ പറ്റില്ല, മൃഗയ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പോൾ പരശൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് നമ്മളോട് ഷെയർ ചെയ്യാം.